മോസ്കോയ്ക്ക് മേൽ ഉക്രൈൻ ഏത് തരത്തിലുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത ഇന്നലെ മുതൽ ഒരുപാട് പേർ കണ്ടിട്ടുണ്ടാകും. ഇതുവരെ നോക്കുകയാണെങ്കിൽ ഉക്രൈൻ റഷ്യയ്ക്ക് മേൽ, അതും റഷ്യയുടെ തലസ്ഥാനത്തിന് മേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും ഉയർന്ന എണ്ണമായിട്ടാണ് ഈ 500 ഡ്രോണുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ 500 ഡ്രോണുകളും മോസ്കോയെ മാത്രം ലക്ഷ്യം വെച്ചാണ് തൊടുത്തുവിട്ടിരിക്കുന്നത്. ഇതിനു മുൻപ് ഏറ്റവും ഉയർന്ന റെക്കോർഡ് നമ്പർ എന്ന് പറയുന്നത് വെറും 300 ഡ്രോണുകൾ മാത്രമായിരുന്നു. ആ 300 ഡ്രോണുകളാകട്ടെ റഷ്യയുടെ വിവിധ പ്രവശ്യകളെ ലക്ഷ്യം വെച്ചാണ് ഉക്രൈൻ മുൻപ് വർഷിച്ചിരുന്നത്. എന്നാൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ 3 അക്ക സംഖ്യയിലുള്ള ഡ്രോണുകൾ റഷ്യയുടെ തലസ്ഥാനത്തിന് നേരെ മാത്രം വീഴ്ത്തുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഒരു എസ്കലേഷൻ തന്നെയാണ്. കാരണം ഇപ്പോൾ റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിൽ മുതൽ റഷ്യൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ചീഫ് വരെ ചോദിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഇനിയും ഉക്രൈനെ വെറുതെ വിട്ടിരിക്കുന്നത്? തീർച്ചയായും ഇത്തവണ നമ്മൾ ഉക്രൈനെ അടിക്കുകയാണെങ്കിൽ അത് ഉക്രൈൻ യുദ്ധത്തിന്റെ ഒരു അവസാനമായിരിക്കണം. നമ്മൾ നാറ്റോയുമായുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതൊക്കെ അടുത്ത ഘട്ടമാണ്. എന്നാൽ ഉക്രൈൻ യഥാർത്ഥ യുദ്ധം എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട നിർബന്ധിത സാഹചര്യം വന്നിരിക്കുകയാണെന്ന് അവരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിന്റെ തീവ്രത ഇപ്പോൾ വളരെ വേഗത്തിലാണ് മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഇത് നാറ്റോ വേഴ്സസ് റഷ്യ എന്ന യുദ്ധമായി മാറാൻ പോവുകയാണോ, അല്ലെങ്കിൽ കീവിനെ പൂർണ്ണമായി തകർക്കുന്നതിലൂടെ ഈ യുദ്ധം റഷ്യ അവസാനിപ്പിക്കാൻ പോവുകയാണോ? ഇത് മാത്രമാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. മോസ്കോ ഓയിൽ റിഫൈനറി തുടർച്ചയായി പല വാർത്തകളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണിത്. കാരണം മോസ്കോയുടെ ഇന്നർ റിംഗ് റോഡ്, അതായത് നഗരത്തിന്റെ ആഭ്യന്തര സുരക്ഷാ മേഖലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ക്രെംലിനിൽ നിന്ന് വെറും 18 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ മോസ്കോ റിഫൈനറിയിലേക്കുള്ളൂ. അങ്ങനെയുള്ള ഈ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് ഉക്രൈന്റെ ഡ്രോണുകൾ കഴിഞ്ഞ ദിവസം വളരെ അക്രമാസക്തമായ ആക്രമണം നടത്തിയത്. യഥാർത്ഥത്തിൽ ഇതൊരു ഭീകരമായ ആക്രമണം എന്ന് പറയാൻ കാരണം ഇതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് പുറത്തു വന്ന വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ക്രെംലിനിൽ നിന്ന് വെറും 18 കിലോമീറ്റർ മാത്രം അകലെയുള്ള റഷ്യയുടെ തലസ്ഥാന നഗരത്തിൽ ഉക്രൈൻ ഇത്തരം ഒരു ആക്രമണം നടത്താൻ കഴിയുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിനു മുൻപും അവരവിടെ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും വലിയ പ്രഹരശേഷിയുള്ള ഒരു സ്ട്രൈക്ക് അവർ ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഉക്രൈന്റെ പക്കലുള്ള സൂയിസൈഡ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അവർ ഈ ആക്രമണം നടത്തിയത്. ചിലയിടങ്ങളിൽ ഉണ്ടായ സ്ഫോടനങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് റിഫൈൻ ചെയ്ത പെട്രോളോ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലോ സൂക്ഷിച്ചു വെക്കുന്ന വലിയ സംഭരണ ടാങ്കുകളുടെ മുകൾ ഭാഗത്തെ മൂടികൾ വരെ മീറ്ററുകളോളം ദൂരെ തെറിച്ചു പോയിട്ടുണ്ട് എന്നാണ്. ഇതിനൊരു ലളിതമായ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ റോഡിൽ കാണുന്ന വലിയ ടാങ്കർ ലോറികളുടെ അത്രയും നീളമുള്ള വ്യാസമുള്ളതാണ് ഈ ടാങ്കുകളുടെ മൂടി. അവ ദൂരേക്ക് തെറിച്ചു വീഴുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിലാണ് വൈറലാകുന്നത്. ഇതോടെ റഷ്യ ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം 500-ലധികം ഡ്രോണുകളാണ് ഉക്രൈൻ മോസ്കോയ്ക്ക് നേരെ മാത്രം വർഷിച്ചത്. എന്നിട്ടും പുടിൻ എന്തുകൊണ്ടാണ് ഇനിയും കാത്തു നിൽക്കുന്നത്? അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നിങ്ങനെ അടുക്കടുക്കായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കും അതിനുള്ള മറുപടികളിലേക്കും കടക്കുന്നതിന് മുൻപ് ഈ ആക്രമണം എത്രത്തോളം ശക്തമായിരുന്നുവെന്ന് ഞാൻ വിശദീകരിച്ചു തരാം. കാരണം അത്രയും നിർണായകമായ ഒരു ആക്രമണമാണ് ഉക്രൈൻ ഇവിടെ നടത്തിയത്. റഷ്യ തങ്ങളുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയിരുന്നിട്ടും ഒരുമിച്ച് ഒരുപാട് ഡ്രോണുകൾ കൂട്ടത്തോടെ സ്വാൻഡ്രോൺസ് ഉള്ളിലേക്ക് ഇരച്ചു കയറിയപ്പോൾ മോസ്കോയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിൽ റഷ്യയുടെ പ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ആക്രമണത്തിൽ പഞ്ചിർ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ വ്യോമസേനയുടെ വിമാനങ്ങൾ ഉപയോഗിച്ചും ഡ്രോണുകളെ വെടിവെച്ചിട്ടുണ്ട്. എന്നാൽ 500 ഡ്രോണുകൾ ഒരുമിച്ച് ഇരച്ചു കയറിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇവയ്ക്കൊന്നും സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 86-ലധികം സ്ഥലങ്ങളിൽ ഉക്രൈൻ ഡ്രോണുകൾ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. റഷ്യൻ സേന വെടിവെച്ചിട്ട ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ വീണും നാശനഷ്ടം ഉണ്ടായി. നേരിട്ട് വീടുകൾക്ക് മുകളിലും പുറത്ത് അപ്പാർട്ട്മെന്റുകൾക്ക് മുകളിലും പുറത്തും ബഹുനില കെട്ടിടങ്ങൾക്ക് മുകളിലും ഈ ഡ്രോണുകൾ പതിച്ചു പൊട്ടിത്തെറിക്കുകയായിരുന്നു. മോസ്കോ റിഫൈനറിക്ക് നേരെ ഉണ്ടായ ആക്രമണം ഉൾപ്പെടെ എല്ലാം കൂട്ടി നോക്കുമ്പോൾ 86 സ്ഥലങ്ങളിലാണ് ഇതിന്റെ ആഘാതം ദൃശ്യമായത്. ഇത് റഷ്യയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം മറ്റ് രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. അമേരിക്കയുടെയോ ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ചൈനയുടെ തലസ്ഥാന നഗരത്തിന് നേരെയാണ് ഇത്തരം ഒരു ആക്രമണം നടന്നിരുന്നത് എങ്കിൽ അതിന് കാരണക്കാരായ രാജ്യത്തിനു മേൽ ഈ സമയത്തിനുള്ളിൽ ഒരു പൂർണ്ണ യുദ്ധം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അതിനടുത്ത രീതിയിലുള്ള ശക്തമായി തിരിച്ചടി നൽകുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ ക്രെംലിൻ ഇതുവരെയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ റഷ്യയ്ക്കുള്ളിൽ ഇത് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കാരണം ഈ അടുത്ത കാലത്തായി ഇരുവിഭാഗവും യുദ്ധത്തിന്റെ തീവ്രത വളരെ വേഗത്തിലാണ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ അടിക്കുന്നു, റഷ്യ തിരിച്ചും അടിക്കുന്നു. പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നത്. ഇപ്പോൾ റഷ്യയിലെ പൊതുജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് അറിയണം. ഇതിനു മുൻപൊക്കെ വലിയൊരു വിഭാഗം ആളുകൾ കരുതിയിരുന്നത് റഷ്യ ശരിയായ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന്.
റഷ്യ സ്വയം ഒരു വിജയിയായി കാണുന്നിടത്തോളം കാലം നമ്മൾ ശരിയായ പാതയിലാണ്. ഉക്രൈനുള്ളിൽ നമുക്ക് ഇത്രമാത്രം മതി. അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്താൽ മാത്രമേ ഉക്രൈൻ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിൽ നിലനിൽക്കൂ എന്നൊക്കെയായിരുന്നു അവരുടെ ഒരു ധാരണ. എന്നാൽ ആ ചിന്താഗതികളെല്ലാം ഇപ്പോൾ പതിയെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് അറിയണം. പൊതുജനങ്ങൾ വലിയ രീതിയിൽ പ്രകോപിതരായിരിക്കുകയാണ്. പുടിനും കാര്യങ്ങൾ വ്യക്തമായി അറിയാം. കാരണം ക്രെംലിനിൽ നിന്ന് നോക്കിയാൽ പോലും ഈ ആക്രമണത്തിന്റെ കറുത്ത പുക വ്യക്തമായി കാണാമായിരുന്നു. ആ രീതിയിൽ വളരെ അടുത്താണ് ഈ സ്ട്രൈക്ക് നടന്നിരിക്കുന്നത്. റഷ്യ തങ്ങളുടെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് അടുത്തുള്ള നദികളിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് റിഫൈനറിയിലെ തീ അണയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ അത്രമേൽ തീവ്രമായി മാറി. അപ്പോൾ റഷ്യയ്ക്ക് മുന്നിലുള്ള അടുത്ത വഴികൾ എന്തൊക്കെയാണ്? ഒന്നുകിൽ ഒരു ആണവാക്രമണം, അല്ലെങ്കിൽ കീവിനെ പൂർണ്ണമായും തകർക്കുക. ഭരണത്തിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രധാന ചുമതലകളിലുള്ളവരോ ഇത് പറയുന്നതിൽ അത്ഭുതമില്ല. എന്നാൽ ഇപ്പോൾ സാധാരണക്കാരായ റഷ്യൻ ജനതയുടെ ചിന്താഗതി പോലും ഈ ഒരൊറ്റ ആക്രമണത്തോടെ കീവിനെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ഇതിനു മുൻപ് നമ്മൾ അനാവശ്യമായി ഉക്രൈനു മേൽ ഒരു യുദ്ധം അടിച്ചേൽപ്പിച്ചു. ഇതൊരു അനാവശ്യ യുദ്ധമാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ പോലും മോസ്കോ ആക്രമണത്തിന് ശേഷം തങ്ങളുടെ നിലപാടുകളൊക്കെ പൂർണ്ണമായി മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. റഷ്യ ഇത്രയും നാൾ ഉക്രൈനെ കഠിനമായി ആക്രമിക്കാതെ വെറുതെ വിട്ടതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇനി അതിന് സാധിക്കില്ല എന്ന ചിന്തയിലാണ് അവരിപ്പോ. യഥാർത്ഥത്തിൽ റഷ്യക്ക് ഉക്രൈനെ അടിച്ചമർത്താൻ കഴിയുമോ ഇല്ലയോ? ഇപ്പോൾ റഷ്യയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പോലും കഴിയാത്ത വിധം, അതായത് വിഴുങ്ങാനും വയ്യ, തുപ്പാനും വയ്യ എന്ന് പറയുന്നത് പോലുള്ള ഒരു അവസ്ഥയിലാണ് അവർ ചെന്നുപെട്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായി സംസാരിക്കുകയാണെങ്കിൽ റഷ്യ യുദ്ധത്തെ വെറുമൊരു റഷ്യ ഉക്രൈൻ യുദ്ധമായിട്ടല്ല കാണുന്നത്. റഷ്യ ഇതിനെ വെറുമൊരു ഉക്രൈൻ യുദ്ധമായിട്ടാണ് കണ്ടിരുന്നത് എങ്കിൽ ഇതിനോടകം 4 വർഷമായി യുദ്ധം നീണ്ടു നിൽക്കില്ലായിരുന്നു. ഈ 4 വർഷത്തിനിടയിൽ അവർ നടത്തിയ ആക്രമണങ്ങളും പ്രയോഗിച്ച മിസൈലുകളും തുടർച്ചയായി ഒരു 10 ദിവസം മാത്രം ഉക്രൈനുമേൽ വർഷിച്ചിരുന്നെങ്കിൽ ഉക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഇല്ലാതാകുമായിരുന്നു. അല്ലെങ്കിൽ അവരുടെ തലസ്ഥാനമായ കീവ് പൂർണ്ണമായും തകർക്കപ്പെടുമായിരുന്നു. എന്നാൽ റഷ്യ അത് ചെയ്തില്ല. കാരണം റഷ്യക്ക് 2030 ശേഷം വലിയൊരു ലക്ഷ്യമുണ്ട്. 2030ഓടെ റഷ്യയുമായുള്ള ഒരു പോരാട്ടത്തിന് തങ്ങൾ സജ്ജരാകുമെന്നും തങ്ങളുടെ ഒരു സൈനിക സന്നദ്ധത ആ നിലവാരത്തിലേക്ക് ഉയരുമെന്നും നാറ്റോ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് റഷ്യയ്ക്കും കൃത്യമായി അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാറ്റോ വേഴ്സസ് റഷ്യ എന്ന യുദ്ധം വരുമ്പോൾ ഈ ഉക്രൈൻ ഒരിക്കലും നാറ്റോയ്ക്ക് അനുകൂലമായി നിൽക്കാൻ പാടില്ല. ഒന്നെങ്കിൽ അതൊരു ബഫർ സോണായി ഇരു വിഭാഗത്തിനും ഇടയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ നിഷ്പക്ഷമായി നിൽക്കണം, അല്ലെങ്കിൽ റഷ്യയെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമായിരിക്കണം. ഇതിനൊന്നും നിൽക്കാതെ അത് നാറ്റോയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ നാറ്റോ സൈനികർക്ക് നേരിട്ട് വന്ന് കാലുകുത്താൻ പാകത്തിലുള്ള ഒരു രാജ്യമായി മാറിയാൽ അതിനേക്കാൾ വലിയൊരു തിരിച്ചടി റഷ്യക്ക് വേറെ ഉണ്ടാകില്ല. കഴിഞ്ഞ 4 വർഷമായി റഷ്യ യുദ്ധം കുറേശ്ശെയായി വലിച്ചു നീട്ടുന്നത് അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു തമാശ വേറെ ഇല്ല. കാരണം ഇന്ന് റഷ്യയുടെ പക്കലുള്ള സാധാരണ സൈനിക ശക്തി അത് മാത്രം ഉപയോഗിച്ചാൽ പോലും നാറ്റോയെ നേരിടാൻ കരുത്തവർക്കുണ്ട്. ആണവായുധങ്ങൾ ഉപയോഗിക്കാത്ത ഒരു സാഹചര്യത്തിൽ പോലും കുറഞ്ഞത് 2-3 മാസത്തേക്കെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ആയുധശേഖരം റഷ്യയുടെ പക്കലുണ്ട്. സോവിയറ്റ് കാലഘട്ടത്തിലെ ആയുധങ്ങളും അവരുടെ പക്കലുണ്ട്. ഇപ്പോൾ പുതുതായി നിർമ്മിച്ച അത്യാധുനിക ആയുധങ്ങളും അവരുടെ പക്കലുണ്ട്. എന്നിട്ടും ഉക്രൈൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരുടെ തലസ്ഥാനത്തിന് ഇതുവരെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടുമില്ല. അതിന് പ്രധാന കാരണം റഷ്യക്ക് യുദ്ധത്തിൽ ഉക്രൈന്റെ ഭൂപ്രദേശങ്ങളെക്കാൾ പ്രധാനം അവിടുത്തെ ജനങ്ങൾ തങ്ങൾക്കെതിരെ തിരിയരുത് എന്നതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വലിയ ആക്രമണമോ അല്ലെങ്കിൽ ഒരു തെർമോ ന്യൂക്ലിയർ വാർഹെഡോ ഒരു ടാക്ടിക്കൽ ന്യൂക്കോ റഷ്യ പ്രയോഗിച്ചാൽ ഉക്രൈനിലെ ജനങ്ങൾ പൂർണ്ണമായും റഷ്യക്കെതിരെ തിരിയും. റഷ്യ എന്ത് സംഭവിക്കരുതെന്ന് കരുതിയോ അത് തന്നെയായിരിക്കും അവിടെ സംഭവിക്കുക. കാര്യങ്ങളെല്ലാം തിരികെ അവിടെ ചെന്ന് അവസാനിക്കും. അത് നാറ്റോയെ നേരിട്ട് യുദ്ധത്തിലേക്ക് കൊണ്ടുവരും എന്ന് മാത്രമല്ല, അടുത്ത ഘട്ടത്തിൽ യുദ്ധം ആണവായുധങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഞങ്ങൾ ഉക്രൈനെ റഷ്യയിൽ നിന്നും രക്ഷിക്കാൻ പോവുകയാണ്, റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഉക്രൈന് വീണ്ടെടുത്ത് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് നാറ്റോയ്ക്ക് ഉള്ളിലേക്ക് വരാനുള്ള ഒരു അവസരം ഒരുക്കുകയും ചെയ്യും. ഈ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്, അതായത് ഉക്രൈൻ ജനതയ്ക്ക് റഷ്യയിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത് എന്നും റഷ്യയ്ക്ക് ലോകത്തിന് മുന്നിൽ മോശം പേരുണ്ടാകരുത് എന്നും കരുതിയാണ് അവർ ഇത്രയും നാൾ യുദ്ധം വലിച്ചു നീട്ടിയത്. എന്നാൽ ഇനി അതിനൊന്നും ഒരു സാധ്യതയുമില്ല. റഷ്യയെ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ട ഒരു നിർണായക ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിൽ മുതൽ റഷ്യൻ സെക്യൂരിറ്റി ഡൂമയുടെ ചീഫ് വരെയുള്ള എല്ലാവരും ഒരു ഓൾ ഔട്ട് സ്ട്രൈക്കിനായുള്ള പ്ലാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓൾ ഔട്ട് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അതിൽ 2 തരമുണ്ട്. ഒന്ന് കൺവെൻഷണൽ സ്ട്രൈക്ക്, സാധാരണ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ളത്. മറ്റൊന്ന് ആണവാക്രമണം, ന്യൂക്ലിയർ സ്ട്രൈക്ക്.
ഇത് ആണവാക്രമണം വരെ പോകുമോ എന്ന് അറിയില്ല. പക്ഷെ കീവിനെ തകർക്കാനുള്ള ഒരു വലിയൊരു പദ്ധതിയാണ് ഇവരെല്ലാവരും പങ്കുവച്ചിരിക്കുന്നത്. കീവ് തകർക്കുക എന്നത് അത്രയും പ്രയാസമേറിയൊരു കാര്യമാണോ, അതോ അത്രയും എളുപ്പമുള്ളൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ, ഇന്ന് റഷ്യയുടെ പക്കലുള്ള സൈനിക ശക്തിയും ഉക്രൈന്റെ പ്രതിരോധവും ഒപ്പം റഷ്യയുടെ ഫയർ പവറും ഇവ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, അതായത് ഓപ്പൺ സോഴ്സിൽ ലഭ്യമായ വിവരങ്ങളും അവരുടെ മിസൈൽ ശക്തിയും എടുത്തു നോക്കുമ്പോൾ, വെറും 3 മുതൽ 4 ദിവസങ്ങൾക്കുള്ളിൽ കീവിനെ മുഴുവൻ കമാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്ററുകളും തകർക്കാൻ റഷ്യക്ക് സാധിക്കും. ഗവൺമെന്റ് ഓഫീസുകളൊന്നും തന്നെ പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. കാരണം കീവ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഇരുവശങ്ങളിലും നദികളാണുള്ളത്. കാർഖീവ് ഭാഗത്ത് നിന്നും കീവിലേക്ക് പ്രവേശിക്കാവുന്ന വഴികളെല്ലാം ചില പ്രധാനപ്പെട്ട പാലങ്ങളിലൂടെ മാത്രമാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആ പാലങ്ങളെല്ലാം തകർത്ത് കീവിലേക്കുള്ള ഈ സപ്ലൈസ് എല്ലാം പൂർണ്ണമായും തടയാനും ഉക്രൈന്റെ വ്യോമതാവളങ്ങളെല്ലാം പൂർണ്ണമായി നിശ്ചലമാക്കാനും റഷ്യക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സാധിക്കും. ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നറിയണം. നിങ്ങൾ എത്ര നാൾ ഈ യുദ്ധം ഇങ്ങനെ വലിച്ചു നീട്ടും? ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്ന് പുടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഭരണാധികാരികളുടെ ഇപ്പോഴത്തെ ഒരു സംസാരം. ഇതിനെ നമുക്ക് വെറുമൊരു ചർച്ചയായി മാത്രം കാണാൻ കഴിയില്ല. കാരണം റഷ്യൻ ഗവൺമെന്റ് ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ വാക്കുകൾ കാണിക്കുന്നത്. റഷ്യ ഇപ്പോൾ ആണവാക്രമണത്തിലേക്ക് പോകുന്നില്ല. കാരണം 2030 നാറ്റോയുമായി ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു കൺവെൻഷണൽ യുദ്ധമായി നാറ്റോയോട് പോരാടാൻ അവർ തയ്യാറെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഉക്രൈന്റെ തലസ്ഥാനം തകർത്താൽ ഈ പ്രശ്നം തീരുമോ എന്ന് ചോദിച്ചാൽ, റഷ്യക്ക് സ്വയം ഒരു വിജയിയായി നിലയുറപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. തീർച്ചയായും ഉക്രൈൻ തലസ്ഥാനം വലിയൊരു ആക്രമണത്തിന് ഇരയാവുകയും റഷ്യ ശക്തമായ ഒരു പ്രഹരം ഉക്രൈൻ നൽകുകയും ചെയ്താൽ അത് കാര്യങ്ങളെ അടുത്തതായി ഒരു വെടിനിർത്തലിലേക്ക് മാത്രമേ എത്തിക്കുകയുള്ളൂ, ഒരു സീസ് ഫയറിലേക്ക് മാത്രമേ എത്തിക്കുകയുള്ളൂ. ഏതൊരു സംഭവമായാലും അത് നേരെ മുകളിലേക്ക് ഉയർന്ന് ഒരു പീക്കിലെത്തും, പരമാവധി തീവ്രത കൈവരിക്കും. ആ പീക്കിലെത്തിയ ശേഷം മാത്രമേ കാര്യങ്ങൾ ഒന്നുകിൽ ശാന്തമാവുകയുള്ളൂ, അല്ലെങ്കിൽ വലിയൊരു തകർച്ചയിലേക്ക് പോവുകയും ചെയ്യൂ. ആ ഒരു പീക്കിലേക്കാണ് യുദ്ധം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ കീവിൽ ചെയ്യാൻ പോകുന്ന ആക്രമണമോ അല്ലെങ്കിൽ അതിന് തിരിച്ചടിയായി ഉക്രൈൻ അടുത്ത ഘട്ടത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളോ ആയിരിക്കും ഈ യുദ്ധത്തിന്റെ പീക്ക് പോയിന്റായി മാറാൻ പോകുന്നത്. അതാരാണ് ചെയ്യാൻ പോകുന്നത്? റഷ്യ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകുകയും പിന്നീട് ഉക്രൈൻ വലിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ പീക്കിലെത്താൻ പോവുകയാണോ? അതോ ഈ മോസ്കോ ആക്രമണത്തെ തന്നെ പീക്ക് പോയിന്റായി കണക്കാക്കി റഷ്യ ഉക്രൈന്റെ തലസ്ഥാനത്ത് വലിയൊരു ആക്രമണം നടത്താൻ പോവുകയാണോ? ഇതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. സത്യം പറഞ്ഞാൽ മോസ്കോ ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. തലസ്ഥാന നഗരത്തിനുള്ളിൽ ഇത്രയും മാരകമായ ഒരു ആക്രമണം നടക്കുമെന്ന് റഷ്യൻ ജനത ആരും കരുതിയിരുന്നില്ല. അവരുടെ എല്ലാ റെഡ് ലൈനുകളും ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാറ്റിനേക്കാളും വലിയൊരു റെഡ് ലൈനാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടത്തിൽ നിൽക്കുന്നത് റഷ്യ മാത്രമാണ്. എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത്, തീർച്ചയായും കീവിലുള്ള പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററുകളോ കമ്മ്യൂണിക്കേഷൻ ഹബ്ബുകൾ എല്ലാം തന്നെ റഷ്യയുടെ ടാർഗറ്റ് ലിസ്റ്റിൽ വരാൻ വലിയ സാധ്യതയുണ്ടെന്നതാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് മറക്കാതെ കമന്റിൽ പറയുക. നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇത്ര മാത്രമാണ് യുദ്ധത്തിന്റെ ലക്ഷ്യം എന്ന് റഷ്യക്ക് ഇനി വിചാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് എന്തൊരു തീരുമാനമായിരിക്കും എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കാം. റഷ്യൻ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു എന്നും കമന്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.